മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മാർക്കോയും മഹാലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ സാഗറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഞ്ജുവിനെ പറ്റിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാഗറും മഞ്ജുവും തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള കാര്യം മേഘൻ പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും അറിഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനാണ് മാർക്കോയെ വിളിച്ചു വരുത്തിയത്. മാർക്കോയാണ് നമ്മുടെ സാഗറിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. അന്നേരം സാഗറിനോട് കണ്ണൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറിയ അന്ന് ഞാനും അനന്തവും നിന്നോട് വാൺ ചെയ്തതാണ്. എൻ്റെ കുടുംബത്തിലോ കമ്പനിയിലോ എങ്ങും തന്നെ നിന്നെ കണ്ടുപോകരുത്, ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണമെന്ന്. അങ്ങനെയിരിക്കെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ പെങ്ങളെ തന്നെ പ്രേമിക്കാൻ? നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നാണ് മാർക്കോ പറയുന്നത്. മാർക്കോ ഞങ്ങളുടെ ഉറ്റ സുഹൃത്തും കൂടപ്പിറപ്പിനെ പോലെയാണ്. അയാൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ നിന്റെ പ്രവൃത്തിയിൽ മാർക്കോ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോന്നാ ഞങ്ങൾക്ക് സംശയം. അതൊക്കെ തന്നെയാണ് കണ്ണേട്ട എൻ്റെയും സംശയം. അന്ന് ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഞാൻ ഈ സാഗറിനെ കരുതിയിരുന്നത്. ഇവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ചതി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ മഞ്ജുവിനെ ഇവ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല മാർക്കോയെ ഇവൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നാ എനിക്കും തോന്നുന്നത്. ഒരിക്കലുമില്ല മഹാലക്ഷ്മി, ഞാൻ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടൊപ്പം മഞ്ജുവിനോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ സ്വത്തും പണമൊന്നും മോഹിച്ചല്ല ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. മഞ്ജുവിനെ എനിക്ക് അത്രയ്ക്കിഷ്ടമായി. അതുകൊണ്ട് മാത്രമാണ്. മഞ്ജുവിനായിട്ട് സ്വത്തോ പണമോ സ്വർണമോ ഒന്നും തന്നില്ലെങ്കിൽ പോലും എനിക്ക് യാതൊരു പരാതിയില്ല. അവളോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ മാത്രം മതിയെന്ന എൻ്റെ ആഗ്രഹം എന്നൊക്കെ സാഗർ പറയുന്നത് കേട്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിയും ആകെ അങ്ങ് ഷോക്കാവുന്നു. ഇവൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ. മുമ്പ് നീ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ലല്ലോ. പണത്തിന് വേണ്ടിയിട്ടല്ലേ മഹാലക്ഷ്മിയെ ചതിക്കാൻ വേണ്ടിയിട്ട് നീ കൂട്ടുനിന്നത് മേഘനോടൊപ്പം എന്നൊക്കെ കണ്ണൻ ചൂടായി ചോദിക്കുന്നു. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് മഹാലക്ഷ്മി. അന്ന് എൻ്റെ കവിളത്തടിച്ചപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റ് എത്രമാത്രം വലുതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായത്. മാത്രമല്ല ഇപ്പം മാർക്കോയോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള മാറ്റം എൻ്റെ സ്വഭാവത്തിലും ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അതാ സാറേ ഞാനും പറഞ്ഞത്, ഇവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മേഘനേക്കായും എന്തുകൊണ്ടും നിങ്ങൾക്ക് സാഗറിനെ വിശ്വസിക്കാമെന്ന് മാർക്കോയും പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നു, തൽക്കാലം ഇപ്പോൾ എനിക്കൊന്നും തീരുമാനിക്കാനാകുന്നില്ല. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. മാത്രമല്ല മഞ്ജുവിനോടും കൂടി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടു കൂട്ടരും പിരിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നു. അന്നേരം മാർക്കോയോടൊപ്പം സാഗർ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം മഞ്ജുവിനോട് കണ്ണൻ സാർ ഓരോന്നും പറഞ്ഞ് ഞാനുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുമോ? അന്നേരം മാർക്കോ പറയുന്നുണ്ട്, നിന്നോടുള്ള അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആരെന്ത് തന്നെ പറഞ്ഞാലും അതിൽ അവൾ ഉറച്ചു നിൽക്കും. മേഘനെ അവൾ വിവാഹം കഴിക്കണമെന്ന് ഉറച്ചു നിന്നതുപോലെ. പക്ഷെ മേഘൻ ഒരു ചതിയനായതുകൊണ്ട് അവനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അവൾ പിൻവാങ്ങി. നീയും ചതിയനല്ലെന്ന് പ്രൂവ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ജീവിത വിജയം ഇരിക്കുന്നത് എന്നൊക്കെ ഉപദേശിക്കുന്നു. അതേസമയം മേഘനാഥൻ ദുർഗാമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കണ്ണൻ സാഗറിനെയും മാർക്കോയെയും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നോ? മഞ്ജുവിനോടൊപ്പം ഇനി മേലി കണ്ടുപോകരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞോ എന്നൊക്കെ ഉള്ള കാര്യം ചോദിക്കുമ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട്, അവർ രണ്ടാളും അവരെ കാണാനൊന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ ഈ വിവരമൊന്നും തൽക്കാലം ഉണ്ണിയോടോ കരുണയോടോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ ചുമ്മാ കരുണയുടെ വായല്ലേ? എന്തെങ്കിലുമൊക്കെ മഞ്ജുവിനെ കുത്തി പറഞ്ഞാൽ പിന്നെ അത് മതി അവർ തങ്ങളിൽ ഉടക്കാൻ എന്ന് പറയുന്ന സമയത്ത് മേഘനും പറയുന്നു, ഞാൻ ഈ കാര്യങ്ങളൊന്നും സാദിയോടോ അമ്മയോടോ അച്ഛനോടോ ഒന്നും പറഞ്ഞില്ല. അമ്മായിയുടെ സ്വഭാവം അറിയില്ലേ? എന്തെങ്കിലുമൊക്കെ വാവിട്ട് മഞ്ജുവിനോട് പറഞ്ഞാൽ പിന്നെ അത് മതി അവൾ പെട്ടിയ സാധനവും പാക്ക് ചെയ്ത് കമലേശ്വരത്തേക്ക് വന്നിരിക്കാൻ. അത് വേണ്ടെന്ന് വെച്ച് തൽക്കാലം ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്തായാലും നന്നായി മേഘ. എന്തായാലും ഞാനൊന്ന് മഞ്ജുവിനെ കാണുന്നുണ്ട്. അവളെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് മേഘനാഥൻ വിഷയം മാറ്റുന്നു. വേണ്ട, ഞാൻ അമ്മായിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം അവളോട് പറഞ്ഞിട്ടില്ല. ഇനി അമ്മായിയോട് പറഞ്ഞെന്നുള്ള ദേഷ്യം അവൾ എന്നോട് തീർക്കണ്ട. മാത്രമല്ല മേഘൻ്റെ മനസ്സിലുണ്ട്. അവൾ അറിഞ്ഞ എല്ലാ കാര്യവും അമ്മായിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരത്തില്ലേ അമ്മായിക്ക് തന്നോടുള്ള സ്നേഹം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിനെ കാണാൻ തന്നെ ഉറപ്പിക്കുന്നു. കമലേശ്വരത്തേക്ക് പോലും പോകാതെ നേരെ മേഘൻ്റെ വീട്ടിൽ പോയി മഞ്ജുവിനെ കാണുന്നുണ്ട്. എന്നിട്ട് രഹസ്യമായിട്ട് അവളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനെ ചൊല്ലി അവരറിഞ്ഞ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. നേരം മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. എനിക്ക് സാഗറിനെ ഇഷ്ടമാണ്. മേഘനാഥൻ എന്നെ ചതിച്ചു. ആ വിവരം എന്നെ അറിയിച്ചതുപോലും ഈ സാഗറാണ്. അതേസമയം മഹാലക്ഷ്മി മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വിവാഹത്തിന് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ആ മേഘനാഥൻ ചതിയനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്.
അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഒരുത്തൻ നിന്നെ ചതിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവനേക്കായും വലിയ ചതിയനെയാണോ രണ്ടാമത് സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ വിവാഹത്തിന് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ഓരോ നിമിഷവും ഞാൻ നീറിയാണ് ജീവിക്കുന്നത്. മാത്രമല്ല കണ്ണേട്ടൻ പറഞ്ഞില്ലേ മേഘനേക്കായും വലിയ ചതിയനാണ് സാഗറെന്ന്. ഒരിക്കലുമല്ല. ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പല കാര്യങ്ങളിൽ ഞാൻ അയാളെ പരീക്ഷിച്ചു നോക്കി. എൻ്റെ സ്വത്തും പണവും കണ്ടിട്ടാണോ എന്നോടൊപ്പം പ്രേമം നടിച്ച് നടക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. മേഘനാഥൻ ശരിക്കും എൻ്റെ സ്വർണവും പണവും സ്വത്തും മോഹിച്ചാണ് എന്നെ വിവാഹം കഴിക്കാൻ കൂട്ടുനിന്നത്. പക്ഷേ സാഗർ അതുപോലെയുള്ള ആളല്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ആരുടെയും സമ്മതമില്ലാതൊരു വിവാഹം എനിക്ക് ആവശ്യമില്ല. സാഗർ നല്ലൊരു വ്യക്തിയാണെന്ന് കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ബോധ്യമായതിനു ശേഷം മാത്രം മതി അയാളോടൊപ്പം ഒരു ജീവിതം. അതൊക്കെ കേട്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതേസമയം സീമന്തിനി അമ്മായി ഓടി വന്ന് മേഘനോട് ചോദിക്കുന്നു, എന്താ കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിനെ മാത്രം മാറ്റി നിർത്തി എന്തൊക്കെയോ രഹസ്യം പറയുന്നത്? അതെനിക്കറിയില്ല, അവർക്കേ അറിയാവുള്ളൂ. ഇനി ചിലപ്പം മഞ്ജുവിന് വിവാഹ സമ്മാനമൊന്നും കൊടുത്തിരുന്നില്ലല്ലോ, അതും കാണാം കൊടുക്കുന്നതിനെ പറ്റിയും കാണാം പറയുമായിരിക്കും. ഒരിക്കലുമല്ല. എന്തായാലും മഹാലക്ഷ്മിയെ കൊല്ലാൻ നീയും പ്രതാപനും കൂടി ചേർന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ണനും മഹാലക്ഷ്മിക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരിക്കലും നിന്നോടൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം മഞ്ജുവിനൊരു വിവാഹ സമ്മാനവും അവൻ കൊടുക്കില്ലെന്നുള്ള കാര്യം മറ്റാരെക്കായും എനിക്കറിയാമെന്ന് സീമന്തിനിയമ്മായി കുത്തി പറയുന്നു. അത് കേട്ട് മേഘൻ കലിയോടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്ന് പോകുന്നു. നേരം മേഘൻ ചോദിക്കുന്നു, എന്തായി, അവൾ സമ്മതിച്ചോ? അവൾ സമ്മതിച്ചു. നിന്നുമായിട്ടുള്ള ജീവിതത്തിൽ അവൾക്കിനി താല്പര്യമില്ലെന്നുള്ള കാര്യം. ബാക്കിയുള്ള കാര്യമൊക്കെ അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ പോകുമ്പോഴത്തേക്കും മേഘൻ്റെ ഉള്ള സമാധാനം കൂടി പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പം ദുർഗാമ്മ ചോദിക്കുന്നു, എന്തായി മോനെ, അവൾക്ക് മനസ്സ് മാറിയോ? അവൻ ഒഴിഞ്ഞു മാറിക്കോളാമെന്ന് സമ്മതിച്ചോ? അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായിട്ടുള്ള ചെറുക്കനും പെണ്ണിനും ആരെ കല്യാണം കഴിക്കണമെന്ന് അവരുടെ ഇഷ്ടമാണ്. അതിനെ നമുക്ക് എതിർക്കാനാകില്ല. അതെന്താ കണ്ണ നീ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്? അവൾ നിൻ്റെ സഹോദരിയല്ലേ? അവൾക്കൊരു തെറ്റ് പറ്റുമ്പോൾ തിരുത്തേണ്ട ചുമതല നിനക്കില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അവൾക്കൊരു തെറ്റ് പറ്റാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ഞാനും എൻ്റെ ഭാര്യയും അത് തിരുത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തെറ്റുകാരനാക്കി. അതിനേക്കാളും വലിയ തെറ്റല്ല ഇപ്പോൾ അവൾ കണ്ടുവച്ചിരിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും പറയാനേ എനിക്ക് പറ്റൂ. തീരുമാനമെല്ലാം മഞ്ജുവും സാഗറുമാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നുണ്ട് ദുർഗാമ്മ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.